വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് ഇൻ ക്രൈസിസ് അഗെയിൻ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ 2 കളി അടുപ്പിച്ച് പൊട്ടി. അതിനുശേഷം ഇതാ ഡാൻ ആഷ്വർത്തിൻ്റെ പണി പോയി എന്ന് കേൾക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 2 മത്സരങ്ങളും കാണാനായിട്ട് എനിക്ക് സാധിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഹിമാചലിലാണ്. ഇവിടെ IIT ഒരു ജോബിനായിട്ട് വന്നതാണ്. ഒരു സ്പെസിഫിക് വർക്ക് ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 മത്സരങ്ങൾ മുഴുവനായിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഹൈലൈറ്റ്സ് ആണ് കണ്ടത്. ഇപ്പോൾ ഹൈലൈറ്റ്സിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് പീസ് ഡിഫെൻഡിങ് ആണ്. അപ്പോൾ ആഴ്സണലിനെതിരെ 2 ഗോളുകൾ നമ്മൾ സെറ്റ് പീസിൽ വഴങ്ങി. ആ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ച് അടുത്ത മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഏരിയയിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇന്നലത്തെ കളിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യം വഴങ്ങിയ ഗോളെന്ന് വെച്ചാൽ വീണ്ടും ഒരു സെറ്റ് പീസിൽ നിന്നാണ്. പിന്നീട് വന്ന മിസ്റ്റേക്കുകളിൽ നിന്നൊക്കെ നമ്മൾ ഗോള് വഴങ്ങി ആണ് പൊട്ടിയത്. സോ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആരെ കുറ്റം പറയാം? ഇന്നലത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹൈലൈറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഒബ്വിയസ്ലി പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കുകളാണ് 2 ഗോളിലേക്ക് നയിച്ചത്. അപ്പോൾ അതിനകത്ത് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സീനിയർ പ്ലെയേഴ്സൊക്കെയാണ് മിസ്റ്റേക്കുകൾ വരുത്തുന്നതെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പ്ലെയേഴ്സിനെ ആരെയും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. ആകെ ഒരു മസ്റാവി ഉണ്ട്. അത് അഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ആരെയും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ സീസണുകളിലായിട്ടുള്ളത്. അപ്പോഴാണ് ഈ ഡാൻ ആഷ്വർത്തിനെ പോലെ പ്രൂവണായിട്ടുള്ള, ബ്രൈറ്റണിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ന്യൂകാസിലിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വരുന്നു, പുതിയൊരു സ്ട്രാറ്റജിയൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സമ്മറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സൈനിങ്സ് ഒക്കെ നടത്തി. യെസ്, അതേ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഏതാണ്ട് 200 മില്യൺ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ആ പൈസ കൊണ്ട് നമ്മുടെ ടീമിനോ അല്ലെങ്കിൽ റിസൾട്ടോ ഇമ്പ്രൂവ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, മാനേജറെ അല്ലെങ്കിൽ ടെൻ ഹാഗിനെ കണ്ടിന്യൂ നിർത്തുക എന്നുള്ളത് നല്ല തീരുമാനമായിരുന്നു. തീർച്ചയായും അതല്ല എന്നുള്ള കാര്യം പ്രൂവായി. അതുപോലെ തന്നെ നടത്തിയ സൈനിങ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സ്റ്റിക്സിയുടെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ്. നമ്മളൊരു 200 മില്യൺ സ്പെൻഡ് ആക്കി കഴിയുമ്പോൾ അവിടെ നിന്നൊരു മാസീവായിട്ടുള്ള റിസൾട്ട് ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് മാത്രമല്ല, റിക്രൂട്ട് ചെയ്ത പല പ്ലെയേഴ്സിൻ്റെയും ടെൻ ഹാഗുമായിട്ടുള്ള അല്ലെങ്കിൽ ഡച്ച് കണക്ഷൻ എന്ന് പറയുന്ന സാധനം വീണ്ടും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ വീണ്ടും അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് കുറച്ചുകൂടി ഷ്രൂഡായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം ഒബ്വിയസ്ലി പ്രോബ്ലം ആയിട്ടുള്ള ഒത്തിരി പ്ലെയേഴ്സ് ഇപ്പോഴും ക്ലബ്ബിൽ നിലവിൽ തുടരുന്നുണ്ട്. അവരെന്തുകൊണ്ട് ഒഴിവാക്കാൻ സാധിച്ചില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഡാൻ ആഷ്വർത്തിനെ പറഞ്ഞു വിട്ടത്. ഇപ്പോൾ ഈ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പല റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ പല റൂമേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ അലക്സ് ക്രൂക്ക് എന്നൊക്കെ പറയുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഡാൻ ആഷ്വർത്തിന് സൗത്ത് ഗേറ്റിനെ കൊണ്ടുവരാനായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ എഡി ഹൗവിനെ കൊണ്ടുവരാനായിരുന്നു ആഗ്രഹം, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ പേഴ്സണലായിരിക്കാം, ആൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രാറ്റജികൾ തമ്മിൽ ചെയ്യില്ല എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ മർബറാഡയും ജെയ്സൺ വിൽകോക്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ മാൻ സിറ്റിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു മൊത്തത്തിലൊരു ക്ലാഷ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അൾട്ടിമേറ്റ്ലി റാഡ്ക്ലിഫിൻ്റെ തീരുമാനമായിരുന്നു എന്നുള്ള തരത്തിലേക്കാണ് പറയുന്നത്. മേ ബി വരുന്ന ദിവസങ്ങൾ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയുമായിരിക്കാം എന്താണ് കാര്യം എന്നുള്ളത്. പക്ഷേ ഇതുവരെ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ന്യൂസൊന്നും വന്നിട്ടില്ല. പക്ഷേ ദിസ് ഡസൻറ്റ് ലുക്ക് ഗുഡ്. ഇപ്പം നമ്മൾ വീണ്ടും ആ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇതെനിക്ക് കൃത്യമായിട്ട് എനിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം. കാരണം നമ്മളിത് ഒത്തിരി മാസങ്ങളോളം ന്യൂകാസിലിൽ നിന്ന് ഒരു ഗാർഡനിങ് ലീവൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരെ വീട്ടിലിരുന്നിട്ട് പിന്നെ അങ്ങനെ ന്യൂകാസിലെ നെഗോഷിയേഷനൊക്കെ നടത്തി 3 മില്യൺ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുവന്നത്. പക്ഷേ 5 മാസത്തിനുള്ളിൽ ആളെ പറഞ്ഞു വിടുന്ന പോലെയാണ്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുക എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. പക്ഷേ ഇനി ആര് എന്നുള്ളതൊരു മറ്റൊരു ചോദ്യമാണ്. ഇനി ആര്? ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് പോൾ മിച്ചൽ ന്യൂകാസിലേക്ക് പോയി. വീണ്ടും ന്യൂകാസിൽ ചെന്നിട്ട് അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ലൂയിസ് കാമ്പോസ് ഒക്കെ ഉണ്ട്, മൂപ്പരൊക്കെ PSG-യിലാണ്. ഇനി നമ്മളൊന്നും അറിയാത്ത ആരെങ്കിലും ഒരു ലൈനിൽ വെച്ച് നിർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. സോ അതാണ് ഇപ്പോൾ വീണ്ടും നമ്മളൊരു ക്രൈസിസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റിസൾട്ട് ആണെങ്കിലും മോശമാണ്. റിസൾട്ട് മോശമാവുന്നത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം പുതിയ മാനേജർ വന്നു, ഒരു എന്താ പറയുക, പ്രീ സീസണോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളി ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെയൊക്കെ വിശ്വസിക്കുക, ആരെ കളിപ്പിക്കുക എന്നുള്ള കാര്യം. ഇപ്പോൾ ഏറെക്കുറെ ഒരു ഐഡിയ മോറമന് കിട്ടിക്കാണെന്നാണ് വിചാരിക്കുന്നത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.